ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു വെള്ളരിക്ക പച്ചടിയാണ്. ഈ പച്ചടി നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഓണമെല്ലാം വരാൻ പോകുന്നില്ലേ, അപ്പോൾ ഓണത്തിനെല്ലാം തിരക്ക് പിടിച്ച സദ്യക്കെല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളരിക്ക പച്ചടിയാണിത്. ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഈ കുക്കറിലേക്ക് ഞാൻ ഒരു കപ്പ് കംപ്ലീറ്റ് വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം മാറ്റിയതിന് ശേഷം ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കലാണ് നല്ലത്. അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെയാണ് സാധാരണ അധിക സദ്യയിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെയാണ് വെള്ളരി കട്ട് ചെയ്തിട്ടുണ്ടാവാറ്. അപ്പോൾ ഇതാ ഒരു കപ്പ് കംപ്ലീറ്റ് ഞാൻ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. സാധാരണ എല്ലാവരും പച്ചമുളക് തേങ്ങേൻ്റെ കൂടെ ഇട്ട് അരക്കലാണ്, പക്ഷേ അങ്ങനെ ഇടണ്ട, ഇതേപോലെ ഇട്ടാലും മതി. അപ്പോൾ പച്ചമുളക് 4 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളരി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു വിസിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വിസിലടിയുമ്പോൾ ആ സമയത്ത് തന്നെ ഉപ്പ് നല്ലോണം നമ്മളെ വെള്ളരിക്കയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഇത് 2 വിസിൽ വേണ്ടി വരും കേട്ടോ. ഓരോരുത്തർ കുക്കർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഒരിക്കലും 2ൽ കൂടുതൽ വിസിലിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവില്ല. 1 or 2 വിസിലിൽ നിങ്ങൾക്ക് വെള്ളരിക്ക വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു വിസിലടിച്ച് ആവിയെല്ലാം പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് വെള്ളരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളരിയിൽ ഇപ്പോൾ ഉള്ള ഈ വെള്ളം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 1 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂണ് ജീരകവും 1/2 ടീസ്പൂണ് കടുകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളരിക്കേൻ്റെ ആ ഒരു വെള്ളമാണ്. അത് ഏകദേശം 1 കപ്പോളം ഇതിലുണ്ട്. അപ്പോൾ ഇത് തന്നെ മതിയാവും എനിക്ക്. അഥവാ നിങ്ങൾക്ക് ആ ഒരു വെള്ളം പോരാന്നുണ്ടെങ്കിൽ തേങ്ങ മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ തേങ്ങ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ജീരകവും കടുകും ഒക്കെ അതിൽ കിടന്ന് നല്ലോണം പേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് കടുകും ജീരകവും ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണം പച്ചമുളകും കൂടി ഇട്ടടിക്കാം. ഞാൻ പറഞ്ഞല്ലോ കുക്കറിൽ തന്നെ പച്ചമുളക് ഇടണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ഇഷ്ടം പോലെ അത് ചെയ്യാം. ഞാൻ കുക്കറിൽ ഇട്ടുന്നേ ഉള്ളൂ. ഇനി നമ്മളെ ഫൈനൽ സ്റ്റെപ്പ്, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളരിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങേൻ്റെ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ അധികം വെള്ളം ഇല്ലാണ്ടാണ് തേങ്ങ അരിച്ചെടുത്തത് എന്നറിയാലോ. തേങ്ങ മുങ്ങി നിൽക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ആ മിക്സി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളവും കൂടി ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തേങ്ങ ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് തിളക്കുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങേൻ്റെ അരപ്പ് നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ഞാനൊരു 1/2 കപ്പോളം ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തിളക്കുന്ന തേങ്ങ അരപ്പിലേക്കാണ് ഞാനിപ്പോൾ തൈര് ആഡ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ പാടില്ല. ചൂടാക്കിയാൽ തൈര് പിരിഞ്ഞു പോവും. പിന്നെ ശരിക്കും പറയുന്നത് നമ്മൾ തൈര് ചൂടാക്കി കഴിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കുക. ആ തേങ്ങേൻ്റെ ചൂടിൻ്റെ അരപ്പിൽ ആ ഒരു ചൂട് മാത്രം മതി. അപ്പോൾ ഇത് നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ തേങ്ങേൻ്റെ അരപ്പിലും തൈരൊന്നും ആഡ് ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് ഉണ്ടാവില്ല, ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ 1 or 2 വറ്റൽ മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ കുക്കർ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇതാ കുക്കറിൽ വെച്ച പച്ചടീനെ ഞാൻ മൺചട്ടിയിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ ഈ പച്ചടി ഒരു ദിവസം വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന തൈരിന് വലിയ പുളിപ്പുണ്ടാവില്ല. അപ്പോൾ ഒന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല പുളിപ്പുള്ള തൈരെല്ലാം എടുത്തതെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്